കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ സിറിയൻ സംഘർഷവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി ചോദ്യങ്ങളാണ് ലോകത്തിന് മുമ്പിൽ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. സിറിയ വീണ്ടും സംഘർഷത്തിലേക്കാണോ, സിറിയ വീണ്ടും സിവിൽ വാറിലേക്കാണോ പോകുന്നത് എന്നുള്ള സംശയമാണ് ഉയർന്നിരിക്കുന്നത്. യഥാർത്ഥത്തിൽ എന്താണ് സിറിയയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? നമുക്ക് പരിശോധിക്കാം. ലതാക്കിയ, ടാർട്ടസ് എന്നീ തീരദേശ ഗവർണറേറ്റുകളിൽ സുരക്ഷാസേനയും അസദ് അനുകൂല സായുധ പോരാളികളും തമ്മിൽ 4 ദിവസം നീണ്ടുനിന്ന പോരാട്ടത്തിനു ശേഷമാണ് അവിടത്തെ സൈനിക നടപടി സിറിയൻ സർക്കാർ അവസാനിപ്പിച്ചത്. സിറിയയിലെ ബഷർ അൽ അസദിനെതിരെ വിമത പോരാളികളുടെ ആക്രമണത്തിൽ അസദ് ഭരണകൂടത്തിന് പതനത്തിന് 3 മാസത്തിന് ശേഷമാണ് രാജ്യത്ത് പുതിയ അശാന്തി ഉടലെടുത്തത്. ലതാക്കിയ മേഖലയിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ പ്രകാരം കൊലപാതകങ്ങൾ, തട്ടിക്കൊണ്ടുപോകലുകൾ, മോഷണം, പീഡനം, പൊതുകൊലപാതകങ്ങൾ എന്നിവയെല്ലാം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സിറിയയിൽ ഇപ്പോൾ എന്താണ് സംഭവിച്ചത്? ആരാണ് പുതിയ സംഘർഷത്തിന് പിന്നിൽ? പരിശോധിക്കാം. സിറിയയിൽ എന്താണ് സംഭവിക്കുന്നത്? മാർച്ച് 6-നാണ് മുൻഭരണത്തിന്റെ ശേഷിപ്പുകാർ എന്ന് വിശേഷിപ്പിച്ച വിഭാഗത്തിനെതിരെ സിറിയയിലെ തീരദേശ നഗരങ്ങളിലേക്ക് സൈന്യത്തെ വിന്യസിക്കാൻ ആരംഭിച്ചത്. പുതിയ സിറിയൻ സർക്കാരിനോടുള്ള എതിർപ്പ് പ്രഖ്യാപിച്ച അസദ് ഭരണകൂടാനുകൂല പോരാളികളായിരുന്നു അവർ. ബഷർ അൽ അസദ് ഉൾപ്പെടുന്ന അലവൈറ്റ് മതവിഭാഗം ഈ നഗരങ്ങളിൽ കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിച്ചിരുന്നത്. ഇതെങ്ങനെയാണ് ആരംഭിച്ചത്? മാർച്ച് 6-ന് വടക്കു പടിഞ്ഞാറൻ ലതാക്കിയയിലും പരിസര പ്രദേശങ്ങളിലും അസദ് അനുകൂല തോക്കുധാരികൾ സൈനിക ഉദ്യോഗസ്ഥരെ പതിയിരുന്ന് ആക്രമിച്ചു. സുരക്ഷാസേനയിലെ പ്രതിരോധ മന്ത്രാലയത്തിലെയും 16 പേർ കൊല്ലപ്പെട്ടു. മാർച്ച് 6-ലെ ഈ ആക്രമണങ്ങൾ ആദ്യത്തേതല്ലെന്നും അസദ് ഭരണം വീണതിനു ശേഷം സർക്കാർ സേനയ്ക്കെതിരെ നിരവധി ആക്രമണങ്ങൾ നടന്നിട്ടുണ്ടെന്നും സ്റ്റേറ്റ് മീഡിയ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സിറിയൻ ഒബ്സർവേറ്ററി ഫോർ ഹ്യൂമൻ റൈറ്റ്സിന്റെ മാർച്ച് 9-ലെ റിപ്പോർട്ട് അനുസരിച്ച് 1311 പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇതിൽ ഏകദേശം 830 പേർ സാധാരണക്കാരും വിവിധ സൈനിക വിഭാഗങ്ങളിൽ നിന്നുള്ള 230 സുരക്ഷാ ഉദ്യോഗസ്ഥരും 250 സായുധ പോരാളികളുമാണ്. എന്തിനാണ് ഈ പ്രദേശത്ത് ആക്രമണം? ലതാക്കിയ, ടാർട്ടസ് അച്ചുതണ്ട് സിറിയൻ മെഡിറ്ററേനിയൻ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. ബനിയാസും ജബലയും അവയ്ക്കിടയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അലവി ഭൂരിപക്ഷമുള്ള ഈ 2 ഗവർണറേറ്റുകളിലും വളരെ കാലമായി അസദിന്റെ ശക്തി കേന്ദ്രങ്ങളായാണ് കണക്കാക്കപ്പെടുന്നത്. അസദ് കുടുംബത്തിന്റെ ജന്മനാടായ അൽ ഖർദായ ലതാക്കിയയ്ക്ക് കീഴേക്കെയാണ് സ്ഥിതി ചെയ്യുന്നത്. അസദ് വീണപ്പോൾ അലവൈറ്റ് സമൂഹത്തിനെതിരെ പ്രതികാര നടപടി ഉണ്ടായേക്കുമെന്ന് നേരത്തെ തന്നെ രാഷ്ട്രീയ നിരീക്ഷകർ അഭിപ്രായപ്പെട്ടിരുന്നു. അതുകൊണ്ടായിരിക്കാം ഭരണാവശിഷ്ടങ്ങൾ ലക്ഷ്യമിട്ട് അവിടെ ആക്രമണം നടത്താൻ സൈന്യം തീരുമാനിച്ചത്. സിറിയയിലെ ഏറ്റവും വലിയ എണ്ണ ശുദ്ധീകരണശാലയും ബനിയാസിലാണ്. സായുധ പോരാളികൾ റിഫൈനറി ആക്രമിക്കാൻ ശ്രമിച്ചുവെന്നും അവരെ പിന്തിരിപ്പിച്ചുവെന്നും സുരക്ഷാ സേന പറഞ്ഞു. ആരൊക്കെയാണ് ഏറ്റുമുട്ടുന്നത്? അസദിന്റെ സൈന്യത്തിലെ മുൻ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലുള്ള സായുധ സംഘങ്ങളെയാണ് സംസ്ഥാന സുരക്ഷാ സേന നേരിട്ടത്. പതിയിരുന്ന് ആക്രമിച്ച ഈ സുരക്ഷാ സേനയോട് പ്രതികാരം ചെയ്യാൻ തീരദേശത്തേക്ക് പോയ വിവിധ സായുധ ഗ്രൂപ്പുകളും ഉണ്ടെന്ന് സിറിയൻ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു. സായുധ സംഘങ്ങൾ അലവൈറ്റ് സിവിലിയന്മാരെ ഉപദ്രവിക്കുകയും തട്ടിക്കൊണ്ടു പോകുകയും ചെയ്യുന്നുണ്ടെന്ന് അലവൈറ്റ് കമ്മ്യൂണിറ്റി അംഗങ്ങൾ പറഞ്ഞു. തീരദേശ മേഖലയിൽ 5000 സായുധധാരികളുണ്ടെന്ന് സിറിയൻ സർക്കാർ കണക്കാക്കുന്നത്. ആരാണ് ഈ ഭരണശേഷിപ്പുകാർ? ഫെബ്രുവരി മുതൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന വീഡിയോകളിൽ അസദിന്റെ മുൻ സൈനിക ഉദ്യോഗസ്ഥൻ മുഖ്താദ് ഫത്തഹ് തീരദേശ മേഖലയിലെ HTSന്റെ ലംഘനങ്ങൾ ചെറുക്കുന്നതിന് ഒരു ഗ്രൂപ്പ് രൂപീകരിക്കുന്നതായി പ്രഖ്യാപിച്ചിരുന്നു. അസദിന്റെ റിപ്പബ്ലിക്കൻ ഗാർഡിൽ ഉണ്ടായിരുന്ന ഫത്തഹ അലവൈറ്റ് സമൂഹത്തോട് പുതിയ സർക്കാർ മോശമായാണ് പെരുമാറുന്നതെന്നും തന്റെ വീഡിയോ സന്ദേശത്തിൽ പറഞ്ഞിരുന്നു. അസദ് ആർമി ബ്രിഗേഡിയർ ജനറൽ ഗിയാദ് സുലൈമാൻ ദല്ലയുടെ പേരിലുള്ള സോഷ്യൽ മീഡിയയിലൂടെ മറ്റു പ്രസ്താവനകൾ പുറത്തു വന്നിരുന്നു. എല്ലാ അധിനിവേശ തീവ്രവാദ സേനകളെയും പുറത്താക്കാനും അടിച്ചമർത്തുന്ന വിഭാഗീയ സുരക്ഷാ സേനയെ തകർക്കാനും സിറിയയുടെ വിമോചനത്തിനായുള്ള സൈനിക കൗൺസിൽ രൂപീകരിക്കുന്നതായും അതിലൂടെ പ്രഖ്യാപിച്ചു. സിറിയൻ സർക്കാരിന്റെ
പ്രതികരണം. വർദ്ധിച്ചുവരുന്ന ഈ ആക്രമണങ്ങൾ സിറിയയുടെ ഇടക്കാല പ്രസിഡന്റ് അഹമ്മദ് അൽ ഷറഖ് വലിയ വെല്ലുവിളി ഉയർത്തി പ്രതിസന്ധി കൈകാര്യം ചെയ്യുന്നതിനായി ഞായറാഴ്ച അൽ ഷറ 2 പുതിയ കമ്മിറ്റികളെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മാർച്ച് 6-ലെ ആക്രമണങ്ങളും തുടർന്നുണ്ടായ ആക്രമണങ്ങളും അന്വേഷിക്കുന്നതിനും ദേശീയ താൽപര്യവും സിവിൽ സമാധാനവും ലക്ഷ്യമിട്ട് ഉത്തരവാദിത്തപ്പെട്ടവരുടെ മേൽനോട്ടത്തിൽ ജഡ്ജിമാരുടെയും അഭിഭാഷകരുടെയും ഒരു സ്വതന്ത്ര സമിതിയാണ് അതിൽ ഒന്ന്. രണ്ടാമത്തേത് സുപ്രീം കമ്മിറ്റി ഫോർ സിവിൽ പീസ് ആണ്. പ്രശ്നബാധിത പ്രദേശങ്ങളിൽ ജനങ്ങളുമായി നേരിട്ട് സംസാരിച്ച് അവരുടെ ജീവൻ സംരക്ഷിക്കുകയും ചെയ്യുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. ഞായറാഴ്ച നേരത്തെ ദമസ്കസിലെ ഒരു പള്ളിയിൽ വെച്ച് ഞായറാഴ്ച നടത്തിയ പ്രസംഗത്തിൽ ഷർറ പ്രതിസന്ധിയുടെ തീവ്രത അംഗീകരിക്കുകയും ദേശീയ ഐക്യത്തിന് ആഹ്വാനം ചെയ്യുകയും ചെയ്തു. മാർച്ച് 7-ന് വെള്ളിയാഴ്ച സമാധാനം പുലരാനുള്ള തന്റെ പ്രതിബദ്ധത അദ്ദേഹം ടെലിവിഷൻ പ്രസംഗത്തിലൂടെ വീണ്ടും ആവർത്തിച്ചു. കുറ്റകൃത്യങ്ങൾക്ക് ഉത്തരവാദികളായ ഭരണകൂട വിശ്വസ്തരെ കണ്ടെത്തുമെന്നും ആയുധങ്ങൾക്ക് മേൽ നിയന്ത്രണം ഏകീകരിക്കുമെന്നും വാഗ്ദാനം ചെയ്തു. എന്താണ് ഈ പ്രദേശങ്ങളിലെ ജനങ്ങളുടെ നിലവിലെ അവസ്ഥ? ആളുകൾക്കിടയിൽ ഭയമുണ്ട്. തീരദേശ പ്രദേശങ്ങളിൽ പരിഭ്രാന്തി കീഴടക്കിയിരിക്കുകയാണ്. ഞാൻ ഒരിക്കലും ഇവിടെ നിന്നും പുറത്തു പോകാറില്ല. വീടിന്റെ ജനലുകൾ പോലും തുറക്കാറില്ല. ഇവിടെ സുരക്ഷയില്ല. അലവിസിന് ഇവിടെ സുരക്ഷയില്ല. പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ലതാക്കിയ നിവാസി അൽ ജസീറയോട് പറഞ്ഞ കാര്യങ്ങളാണിത്. സായുധ പോരാളികൾ വീടുകളിൽ കയറി ആക്രമിക്കുമെന്ന് ഭയന്ന് ഭീകരതയിൽ ജീവിക്കുന്നതിനെ കുറിച്ചും അവർ അനുഭവം പങ്കുവച്ചു.